ഇന്നത്തെ നമ്മുടെ റെസിപ്പി സൽക്കാരങ്ങളിലും പാർട്ടിക്കും ഇഫ്താറിനും ഒക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുഴുവൻ കോഴിയാണ്. ഈ കോഴി ഏകദേശം 1.5 കിലോൻ്റെ അടുത്ത് വരുന്നൊരു കോഴിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് അത് നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേക്കുന്ന മസാലകളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചേരുവകൾ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു കൈപ്പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നല്ലതുപോലെ ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് കാശ്മീരി മുളക് പൊടിയാണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇനിയും ഇതിലേക്ക് ഉപ്പൊക്കെ ചേർക്കുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ പകുതി നീരെടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ പുറത്തേക്ക് നമുക്കിത് തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും, ചിക്കൻ്റെ മൊത്തം ഭാഗത്തേക്കും ഉള്ളിലൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഇത് മാരിനേഷൻ ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചുരുങ്ങിയത് 6-5 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത്. എന്നാലുള്ളൂ ഈ റെസിപ്പിക്ക് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി അതിലേക്ക് ഒരു വലിയ സവാള മൊത്തത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് വഴറ്റണ്ട കേട്ടോ. ചെറിയൊരു കടിക്കുന്ന പാകത്തിനാവുമ്പം അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫില്ലിങ്ങിൽ ചേർന്ന ഈ സവാള ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കടിക്കുന്ന ആ ഒരു പാകത്തിനായിരിക്കണം ഈ ഒരു സവാളേൻ്റെ ടെക്സ്ചർ. ഇനി ഇതിലേക്ക് നമുക്ക് 2 പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാലകളെല്ലാം തന്നെ ഈ മുട്ടയിൽ പിടിച്ച് കിട്ടുന്നത് പോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഉള്ളിൽ നിറയ്ക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ്റെ തണുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലായിരുന്നല്ലോ വെച്ചിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ തയ്യാറാക്കി വെച്ച ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ അളവിന്, അതായത് ഈ 1.5 കിലോ ചിക്കൻ്റെ അളവിന് ഈ ഒരു ഫില്ലിങ് കറക്റ്റാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇത് മൊത്തത്തിൽ തന്നെ നമ്മൾ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോ ചിക്കൻ ആണെങ്കിൽ ഏകദേശം ഒരു വലിയ സവാള വെച്ചിട്ടാണ് നമ്മൾ ഈ ഫില്ലിങ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വെക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന്, അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ അടയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ തുന്നിയെടുക്കണം നൂല് വെച്ചിട്ട്. അപ്പോൾ അത് കുറച്ചൊരു എഫേർട്ട് ഇട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിക്കായിട്ട് ചെയ്യാൻ പറ്റിയിട്ട് ഞാനിവിടെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ 2 ഭാഗവും നന്നായിട്ട് അടഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അടഞ്ഞിരിക്കുക, എത്രത്തോളം ടൂത്ത് പിക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് അടയ്ക്കാൻ പറ്റും അത്രയും മാക്സിമം നന്നായിട്ട് തന്നെ അടച്ച് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് എണ്ണയിലൊക്കെ ഇട്ട് ഇനിയും ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതൊക്കെ പുറത്തോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ കാലൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ സാധാരണ നൂല് വെച്ചിട്ട് തന്നെയാണ് കെട്ടിക്കൊടുക്കാറുള്ളത്. അപ്പോൾ അതിനേക്കാളൊക്കെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കാലിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ തുടയുടെ ഭാഗത്തൊരു ഇങ്ങനൊരു സ്ലിറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കാലിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ടൈറ്റായിട്ട് നിൽക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെട്ടുന്നതിനേക്കാളൊക്കെ എളുപ്പവും ഇത് തന്നെയാണ്.
നമ്മൾ ഈ ചിക്കനെ വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ചിക്കനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ആ കോഴിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ മസാലയൊക്കെ ചേർന്നിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതാണ് ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2 വിസിലുമാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുകയാണ്. അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരുപാട് വേവിക്കേണ്ട കേട്ടോ, ഈ ഒരു രീതിയിൽ മാത്രം വെന്ത് വന്നാൽ മതി. അപ്പോൾ ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, ആ വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് പരിപാടികൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം, കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ, നമുക്ക് ഗാർണിഷ് ചെയ്യാനും ആ ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ആ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഈ സവാള നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ വഴന്ന് വരുമല്ലോ, ആ ഒരു ഫ്രൈ ചെയ്തുമല്ലോ, ആ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു സ്റ്റേജിലാണ് ഇത് എടുക്കേണ്ടത്. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച ആ ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ആ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമ്മൾ ആ സെയിം എണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മസാല ചേർക്കേണ്ട, നമ്മൾ ഓൾറെഡി മസാലകളൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് ഈ മസാലയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ തക്കാളിയും ഈ ഗ്രേവിയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഗ്രേവിയിലും ആദ്യം തന്നെ ഉപ്പൊക്കെ ഉണ്ട്, അപ്പോൾ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഈ ഗ്രേവി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചൊന്ന് കുറുകി വന്ന് കഴിയുമ്പം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കനകത്തൊക്കെ ഈ കോഴിയുടെ പുറത്തൊക്കെ നമുക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടി എടുക്കണം, നല്ല കുറുക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴീൻ്റെ വേവാണ് കേട്ടോ. നമ്മൾ ഈ കോഴി വേവിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങ് കുക്കറിൽ വിസിലിട്ട് വേവിക്കരുത്, അപ്പം വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരുപാട് ഉടഞ്ഞാത്ത രീതിയിൽ എന്നാൽ വെന്തിട്ടുണ്ടാണ് ആ രീതിയിൽ വേണം ചിക്കനെ നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ഈ ഗ്രേവിക്കകത്തിട്ടിട്ടാണ് കേട്ടോ ബാക്കി നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ ഗ്രേവിക്കകത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് നമ്മൾ ഗ്രേവിയൊക്കെ വറ്റിച്ച് നല്ല പെരണ്ട് ആ ചിക്കനിലേക്ക് നന്നായിട്ട് ഫ്ലേവേഴ്സൊക്കെ പേടിച്ച് തന്നു കഴിയുമ്പം നമ്മൾ ലാസ്റ്റ് മല്ലിയിലേക്ക് തൂവിയിട്ട് നമുക്കിത് വാങ്ങാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മായി കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടുന്നതാണ്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. സ്പെഷ്യലി പൊറോട്ടയും നാനോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള പത്തിരിയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊരു ഇഫ്താറിന് നമുക്ക് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പുതിയാപ്ല സൽക്കാരങ്ങളിലോ അല്ലെങ്കിൽ ഫാമിലി മീറ്റൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. കണ്ണ് വെച്ച പത്തിരിയും കോഴി നിറച്ചതും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് മലബാർ ഏരിയയിലേക്ക് ഭയങ്കര പുതിയാപ്ല സൽക്കാരങ്ങളിലൊക്കെ ഭയങ്കര മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ്. ഞങ്ങളിവിടെ കണ്ണുവെച്ച പത്തിരിൻ്റെ കൂടെ കേട്ടോ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റിസ്നാസ് റെസിപ്പിയുടെ കണ്ടുമുറ്റാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.